നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ക്രൗഡ് ഫണ്ടിങ്ങുമായി പി.വി. അൻവർ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരോട് പി.വി. അൻവർ പണം ആവശ്യപ്പെടുന്നത്. നാമനിർദ്ദേശ പത്രികയിൽ 52 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പി.വി. അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടെയാണ് ജനങ്ങളോട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പണം ആവശ്യപ്പെടുന്നത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുമ്പോൾ പൊതുജനങ്ങളോട് പണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി.വി. അൻവർ. ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് അൻവർ ജനങ്ങളോട് പണം തേടിയിരിക്കുന്നത്. 1 രൂപ അല്ലെങ്കിൽ 10 രൂപ തൻ്റെ അക്കൗണ്ടിലേക്ക് നൽകണമെന്നാണ് അൻവർ പറയുന്നത്. അക്കൗണ്ട് വിവരങ്ങളും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിനുള്ള മുൻകരുതലുകളോ പ്രിപ്പറേഷനോ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിനോടൊപ്പം ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് എന്നെ സഹായിക്കാമെന്ന് ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പലരും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കഴിയുന്ന വിധം നിലമ്പൂരിലെ വോട്ടർമാർ ഒരു 10 രൂപ മാനസിക ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ വെറും 10 രൂപ അല്ലെങ്കിൽ 1 രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം. നാമനിർദ്ദേശ പത്രികയിൽ 52 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പി.വി. അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നിരിക്കെയാണ് ജനങ്ങളോട് പണം ആവശ്യപ്പെടുന്നത്. തൻ്റെ കയ്യിലുള്ള കോടികൾ മിച്ചഭൂമി കേസ് മൂലം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അൻവർ പറയുന്നു. നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നും തൻ്റെ കയ്യിൽ പണമില്ലെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് നിലപാട് മാറ്റി മത്സരത്തിന് ഇറങ്ങുകയായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ജനങ്ങളോട് പണം നൽകണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജനം, നിലമ്പൂർ.